വെള്ളക്കടല അഥവാ ചിക്ക് പീസിൽ നിന്നും എങ്ങനെ വിപ്ഡ് ക്രീം ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയും. ഇതിനു വേണ്ടി 2 കപ്പ് വെള്ളക്കടല ഞാൻ കുതിർത്തി വെച്ചതാണ്. ഓവർനൈറ്റ് ഇത് കുതിർക്കണം, അല്ലെങ്കിൽ ഒരു 8-10 മണിക്കൂർ വരെ ഇത് കുതിർത്ത് വെക്കുക. അതിനുശേഷം നന്നായി കഴുകിയെടുത്ത് ഒരു പ്രഷർ കുക്കറിലിട്ട് വേവിക്കാം. വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കടല ഇതുപോലെ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് 8 വിസിൽ വരുന്നത് വരെ ഞങ്ങൾക്ക് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. 8 വിസിൽ വന്നതിന് ശേഷം ഇതിൻ്റെ തീ നന്നായി കുറച്ചു കൊടുത്ത് വീണ്ടും അരമണിക്കൂർ വേവിക്കണം. ഇവിടെ ഇത് 8 വിസിൽ വന്നു കഴിഞ്ഞു. ഇനി ഞാനിതിൻ്റെ തീ കുറച്ച് കൊടുക്കുകയാണ്. തീ കുറച്ചിട്ട് വീണ്ടും അരമണിക്കൂർ കൂടി വേവിച്ചെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞാൽ ഇത് തീ ഓഫ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ മൂടിയോ അല്ലെങ്കിൽ വെയിറ്റോ ഒന്നും തുറക്കരുത്. ഇതുപോലെ തന്നെ 3 മണിക്കൂറെങ്കിലും കുറഞ്ഞത് അനക്കാതെ വെക്കണം. അതിനുശേഷം 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിൻ്റെ മൂടി ഊരി നോക്കാം. ഈ കടല നന്നായി വെന്തിട്ടുണ്ട്. നമ്മൾ കടല തൊട്ട് നോക്കുമ്പോൾ നല്ല പൊടിഞ്ഞു വരുന്ന ഒരു പാകത്തിൽ ഇത് വെന്തിട്ടുണ്ടാവണം. ഇത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി കടലയിൽ നിന്നും നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം. ഈ കടല നമുക്ക് ആവശ്യമില്ല. കടല കറി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സാലഡിനോ അതും അല്ലെങ്കിൽ ഹമൂസ് ഉണ്ടാക്കാനോ അങ്ങനെ എന്തിനെങ്കിലും വേണ്ടി എടുക്കാം. നമുക്ക് ഇതിൻ്റെ വെള്ളം മാത്രമേ ഇപ്പോൾ ആവശ്യമുള്ളൂ. ഈ കടല മാറ്റി വെക്കാം. ഈ വെള്ളം കൊണ്ടാണ് ഞങ്ങൾ ഇത് വിപ്ഡ് ക്രീം ഉണ്ടാക്കുന്നത്. ഈ വെള്ളത്തിന് അക്വാഫാബ എന്ന് പറയും. ഈ അക്വാഫാബ ഉപയോഗിച്ചാണ് നമ്മളിനി വിപ്ഡ് ക്രീം ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് ഒരു ദിവസം തണുപ്പിച്ചെടുക്കണം. അതിന് ശേഷം മാത്രമേ നമുക്ക് ക്രീം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഞാനിത് അടച്ചു വെച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. കുറഞ്ഞത് 24 മണിക്കൂറെങ്കിലും വേണം. ഞാനിത് ഒരു ദിവസത്തിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തണുത്ത് ഇതുപോലൊരു പാകത്തിലായിട്ടുണ്ട്. നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് വിപ്ഡ് ക്രീമാക്കി മാറ്റാം. ഞാനിത് ഇവിടെ ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഹൈ സ്പീഡിൽ വേണം ഇത് ബീറ്റ് ചെയ്യാൻ. ഇതിന് കൂടുതൽ സമയമെടുക്കും. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന വിപ്പിംഗ് ക്രീമിനേക്കാൾ കൂടുതൽ ടൈം ആവശ്യമാണ് ഇതൊന്ന് പതഞ്ഞ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. എന്നാലും കുറേ ടൈം എടുത്താലും ഇത് മറ്റേ വിപ്പ് ക്രീം പോലെ തന്നെ നല്ല കട്ടിയായിട്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടും. കേക്കിനും നമ്മുടെ മറ്റ് വിപ്പ് ക്രീമിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. വെജിറ്റേറിയൻസിനൊക്കെ പറ്റിയ നല്ലൊരു വിപ്ഡ് ക്രീം ആയിരിക്കും ഇത്. ഇത് നന്നായി പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാരയാണ്. ഇതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വിപ്പ് ചെയ്യാം. ഈ പഞ്ചസാരയും കൂടി ചേർത്ത് വിപ്പ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ കളറൊന്ന് മാറി ഒരു വൈറ്റ് ഷെയ്ഡായിട്ട് മാറി വരും. പ്യുവർ വൈറ്റ് ആയിരിക്കില്ല, ഒരു ഓഫ് വൈറ്റ് കളറിലേക്ക് ഞങ്ങൾക്ക് കിട്ടും. ഇത് നന്നായി പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. വിപ്പ് ക്രീം ഇവിടെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഈ സമയത്ത് നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർക്കണം. ഇത് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ചിക്ക് പീസ് കൊണ്ടുള്ള നമ്മുടെ വിപ്പ് ക്രീം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കേക്കിനും മറ്റും പറ്റിയ നല്ലൊരു വിപ്പ് ക്രീമാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.